Let's go to next question. Question number 25. 3-methyl hexatoluene on reaction with HBr in presence of peroxide forms an addition product A. The number of possible stereoisomers. അപ്പോൾ ഞാൻ 3-methyl hexatoluene വരയ്ക്കുകയാണ്. See we have 1, 2, 3, 4, 5 and 6. Okay. ഇനി രണ്ടാമത്തെ പൊസിഷനിൽ ഡബിൾ ബോണ്ട്. സോ ഹിയർ ഡബിൾ ബോണ്ട്. മൂന്നാമത്തെ പൊസിഷനിൽ മീഥൈൽ. ഇതാണ് നമ്മുടെ കോമ്പൗണ്ട്. നോക്കണേ ഇവിടെ X2 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് 1, ഇത് 2, ഇത് 3, 4, 5, 6. സോ ദിസ് ഇസ് എ കോമ്പൗണ്ട് ആണേ. ഇതിനകത്തേക്ക് നമ്മൾ ആരെ ആഡ് ചെയ്യുകയാണ്? HBrനെ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ HBrനെ ആഡ് ചെയ്യുന്നത് നോക്കൂ, HBr ഇൻ പ്രസൻസ് ഓഫ് പെറോക്സൈഡ് ആണ്. അപ്പോൾ അത് ഏത് റൂളാണ്? മാർക്കോണിക്കോസ് അല്ല, ആന്റി മാർക്കോണിക്കോസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആന്റി മാർക്കോണിക്കോസ് പ്രൊഡക്റ്റ് നമുക്ക് എഴുതാം. സോ വാട്ട് ദ പ്രൊഡക്റ്റ് വി ഗെറ്റ്? ആന്റി മാർക്കോണിക്കോസ് പ്രൊഡക്റ്റ്. സി വി ഹാവ് okay, and here now where bromine will attack? Bromine will attack over here. This is the product what we get. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുക എത്ര പോസിബിൾ സ്റ്റീരിയോ ഐസോമേഴ്സ് ഡെവലപ്പ് ചെയ്യാം. ഏതായാലും നമുക്കറിയാം ജോമെട്രിക്കൽ ഐസോമേഴ്സ് ഇതിനകത്ത് ഇല്ല. പിന്നെ നമുക്കുള്ള എന്താ? സ്റ്റീരിയോ ഐസോമേഴ്സ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഐസോമേഴ്സും ആണ്. അപ്പോൾ ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് നമ്മൾ നോക്കുമ്പോൾ ഇതൊരു കൈറൽ കാർബൺ ആണ്, ആൻഡ് ഇതും ഒരു കൈറൽ കാർബൺ ആണ്. അപ്പോൾ രണ്ട് കൈറൽ കാർബൺ ആറ്റം ഉണ്ട്. ആൻഡ് ഈ കോമ്പൗണ്ട് ഒരിക്കലും ഒരു സിമെട്രിക്കൽ കോമ്പൗണ്ട് അല്ല. അപ്പോൾ ഇതൊരു അസിമെട്രിക്കൽ കോമ്പൗണ്ട് ആണെങ്കിൽ നമുക്കറിയാം നമ്പർ ഓഫ് ഒപ്റ്റിക്കൽ ഐസോമർ 2n 2 ഈക്വൽസ് 4. So your answer for this particular question is 4.